2020 കാലത്തുണ്ടായ സംഘർഷം, അതായത് ഈ ഗാൽവൻ മേഖലയിലുണ്ടായ ഒരു സംഘർഷം നമുക്ക് ഓർമ്മയുണ്ട്. സമകാലിക രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ ഒരു കാലഘട്ടമായിരുന്നു അത്. 2020 ജൂൺ മാസത്തിൽ ആ ഒരു സമയത്താണ് ഈ കിഴക്കൻ ലഡാക്കിൻ്റെ ഭാഗത്തേക്ക് ചൈനീസ് പട്ടാളം കാര്യമായി കടന്നു കയറുന്നത്. അപ്പോൾ അത് അന്നത്തെ ഒരു ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൻ്റെ ലംഘനമായി ഇന്ത്യൻ പട്ടാളം കണക്കാക്കുന്നു. നിരവധി റൗണ്ട് ചർച്ചകൾ ഇരു സൈനിക നേതൃത്വങ്ങളും പോസ്റ്റിലും ഒക്കെ നടക്കുന്നുണ്ട്. സൈനിക പോസ്റ്റുകളുടെ ചുമതലക്കാരും ഒക്കെ തമ്മിൽ സൈനിക തലത്തിൽ നടന്നെങ്കിലും അത് ഫലം കാണുന്നില്ല. അതിനുശേഷം ആ മാസം ജൂൺ 15-ാം തീയതി 2020 ജൂൺ 15-ാം തീയതിയാണ് ഇന്ത്യയുടെ ഹൃദയത്തിൽ വലിയ മുറിവേറ്റ ആ സംഘർഷം അവിടെ ഉണ്ടാകുന്നത്. അതായത് ആ ഭാഗത്ത് ഇന്ത്യൻ പട്ടാളക്കാരും ചൈനീസ് പട്ടാളക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. തോക്കുകൾ ഉപയോഗിക്കരുത് എന്നൊരു പാക്റ്റ് നേരത്തെ തന്നെ അവിടെ നിലവിലുള്ളത് കൊണ്ട് നമുക്ക് ഓർമ്മയുണ്ടത് ഈ മുള്ളുകളും കല്ലുകളും ഇരുമ്പ് ദണ്ടുകളും വെട്ടുകത്തികളും ഒക്കെ ഉപയോഗിച്ചാണ് ഈ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ആധുനിക ലോക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഭീതിതമായൊരു സംഭവമായിരുന്നു അത്. അന്ന് അവിടുത്തെ കമാൻഡറായിരുന്ന ബി സന്തോഷ് ഉൾപ്പെടെ ഇന്ത്യക്ക് 20 സൈനികരെ നഷ്ടപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെ തുടർച്ചയായ എസ്കലേഷൻ മേഖലയിലുണ്ടാകുകയാണ്. കൃത്യം ഏതാണ്ട് 2 മാസങ്ങൾക്ക് ശേഷമുണ്ടായ ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ചാണ് ജനറൽ നരവനെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒരു ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങൾക്ക്, എഴുതുന്ന പുസ്തകങ്ങൾക്ക് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ക്ലിയറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാനാവൂ. പെൻഗിന് ഈ പ്രസിദ്ധീകരണ ചുമതല കൊടുത്തു. ഇപ്പോൾ ആമസോണൊക്കെ അടക്കമുള്ള റീറ്റെയിൽ പുസ്തക വ്യാപാരികളും റീറ്റെയിൽ വ്യാപാരികളൊക്കെ തന്നെ ഈ പുസ്തകത്തിന് പ്രീ പബ്ലിഷിംഗ് ഓർഡറുകളടക്കം സ്വീകരിച്ചെങ്കിലും പിന്നെ ഇതൊരു കോൾഡ് സ്റ്റോറേജിലേക്ക് പോവുകയാണ്. പിന്നെ ആ പുസ്തകം വെളിച്ചം കാണുന്നില്ല. അതിനുശേഷം ഈ ഫെബ്രുവരി 1 പുറത്തിറങ്ങിയ കാരവൻ മാഗസിനിലാണ് ഈ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളൊക്കെ ഉള്ളത്. പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകമായതുകൊണ്ട് തന്നെ അത് സഭയിൽ വയ്ക്കാനാകില്ല എന്ന സ്പീക്കറുടെ റൂളിംഗ് അവിടെയുണ്ട്. പക്ഷേ അവിടെ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന പ്രതിരോധം ഇതാണ്: ഇന്ത്യയിൽ വിൽപ്പനയിൽ ഇപ്പോഴുള്ള, ഇന്ത്യയിൽ ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിൽ നിരോധിക്കേണ്ട ഒരു സാഹചര്യവുമില്ലല്ലോ. കാരവൻ മാഗസിൻ എന്ന എല്ലാവരുടെയും കയ്യിലുള്ള, നമ്മുടെയൊക്കെ ഓഫീസിൽ വരുന്ന ഈ ഒരു മാഗസിനിലെ വിവരങ്ങളാണ്, ആ മാഗസിനാണ് ഉയർത്തിപ്പിടിക്കുന്നതെന്നാണ്. അതിൽ പുസ്തകത്തെക്കുറിച്ചുള്ള റെഫറൻസ് ഉണ്ട്. കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടി ഒരുപക്ഷെ ആ പുസ്തകത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇതാ കാരവൻ മാഗസിനിൽ വന്ന ഈ സ്റ്റാൻഡുകളിൽ വിൽപ്പനയ്ക്കുള്ള പുസ്തകമാണ്. അതിലിങ്ങനെയാണ് ആ ലേഖനം തുടങ്ങുന്നത്. 2021 ഓഗസ്റ്റ് 31, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിന് 2 മാസങ്ങൾക്ക് ശേഷം ഈ ഓഗസ്റ്റ് 31-ാം തീയതി രാത്രി 8:15 അതിൻ്റെ ഏകദേശ പരിഭാഷ വായിച്ചു പോകുന്നതാകും കൂടുതൽ ക്ലിയർ എന്ന് തോന്നുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ നോർത്തേൺ കമാൻഡിൻ്റെ തലവനായ ലഫ്റ്റനൻറ്റ് ജനറൽ യോഗേഷ് ജോഷിക്ക് ഒരു ഫോൺ കോൾ കിട്ടുകയാണ്. അതായത് കിഴക്കൻ ലഡാക്കിലെ റെച്ചിൻ ലായിലേക്ക് കുത്തനെയുള്ള പർവ്വതപാതയിലൂടെ 4 ചൈനീസ് ടാങ്കുകൾ കയറി വരുന്നു. അതിന് ചൈനീസ് പട്ടാളത്തിൻ്റെ കവറുമുണ്ട്. അതായത് കരസേനയുടെ കവറിലാണ് അവർ കയറി വരുന്നത്. ഈ വിവരം കരസേനാ മേധാവിയെ, ജനറൽ നരവനെയെ വിളിച്ചറിയിക്കുകയാണ് യോഗേഷ് ജോഷി. അപ്പോൾ ഈ പോസ്റ്റുകൾ ലക്ഷ്യമാക്കിയിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പോസ്റ്റുകൾക്ക്. അപ്പോൾ ഈ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്, ആ സംഘർഷം നിലനിൽക്കുന്ന സമയമാണ്, കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യൻ സൈന്യം ചൈനയുടെ കൈവശപ്പെടുത്തി വെച്ചിരുന്ന ഇന്ത്യൻ ഭൂമി പിടിച്ചെടുത്ത അതേ പ്രദേശത്തേക്ക് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കയറുന്നത്. ഈ സന്ദേശം ലഭിക്കുന്ന സമയത്ത് ഈ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് കേവലം 1 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ ചൈനീസ് സൈന്യമുള്ളത്. 4 ടാങ്കുകൾ അടക്കമുള്ള ഈ ചൈനീസ് സൈന്യമുള്ളത്. ഈ പടനീക്കം തന്നെയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ആക്ച്വലി ആ സമയത്ത് ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന് എത്ര അടുത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് നരവനെ തുടർന്ന് വെളിപ്പെടുത്തുന്നത്. അതീവ ഗൗരവ സാഹചര്യം. ഇന്ത്യൻ പട്ടാളം ആദ്യം ഒരു അലാമിംഗ് വെടി ഉയർത്തുകയാണ്, മുന്നറിയിപ്പ് വെടി ഉയർത്തുകയാണ്. ഇത് ചൈനീസ് പട്ടാളം കണക്കാക്കുന്നില്ല, അവർ മുന്നോട്ട് തന്നെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സമയത്ത് ജനറൽ നരവനയ്ക്ക് ഒരു ഉത്തരം വേണമായിരുന്നു. ഞാൻ എന്താണ് സർ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയണമായിരുന്നു. അദ്ദേഹം വിളിക്കുന്നത് ആരെയൊക്കെയാണ്? വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്ത് എന്നിവരെ ഇദ്ദേഹം തുടരെ വിളിക്കുകയാണ്. 8:15 വിവരം കിട്ടുന്നത്. എന്താണ് സർ എനിക്കുള്ള ഉത്തരവ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. സാഹചര്യം വഷളായിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് നരവനെ ഈ പുസ്തകത്തിൽ എഴുതുന്നു. ഈ പുസ്തകത്തെ ഉദ്ധരിച്ചെഴുതിയ കാരവൻ ലേഖനത്തിലും ഇത് ഉദ്ധരിക്കുന്നുണ്ട്. 9:10 8:15 ശേഷം 9:10 ആയപ്പോൾ യോഗേഷ് ജോഷി വീണ്ടും വിളിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ സദേൺ കമാൻഡ് ഓഫീസർ വിളിച്ച് ചോദിക്കുകയാണ്, അവർ അടുത്തേക്ക് വരുന്നു, എന്തു ചെയ്യണം? അപ്പോൾ മുകളിൽ നിന്നുള്ള അനുമതിയില്ലാതെ വെടിവെക്കരുത് എന്ന
നേരത്തെയുള്ള പ്രോട്ടോക്കോൾ പാലിക്കൂ എന്ന് മാത്രമാണ് ജസ്റ്റിസ് നരവനയ്ക്ക് കിട്ടുന്ന നിർദ്ദേശം. മീഡിയം ആർട്ടിലറി പീരങ്കികൾ ഉപയോഗിച്ചാൽ ഇവരെ തുരത്താമെന്ന് സൈന്യത്തിന് വിശ്വാസമുണ്ടായിരുന്നു. പീരങ്കി പിടികൾ തിരിച്ചു താഴേക്ക് വെക്കുക, അത് വയ്ക്കട്ടെ എന്ന് വീണ്ടും യോഗേഷ് ജോഷി ചോദിക്കുകയാണ്. പക്ഷേ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവില്ലാത്തതുകൊണ്ട് അത് നേരിട്ട് പറയാൻ ജസ്റ്റിസ് നരവനെ ആ സമയത്ത് തയ്യാറാകുന്നില്ല. അദ്ദേഹം അതിനൊരു കാരണവും പറയുന്നുണ്ട്. കോവിഡ്-19 കാലമായിരുന്നു. രാജ്യം മൊത്തം ലോകം മൊത്തം സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിടുന്ന ഒരു കാലത്ത് തിരിച്ച് പീരങ്കി പിടികൾ ഉയർത്തിയാൽ അതൊരു വലിയ യുദ്ധത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്താണ് സാഹചര്യം എന്നറിയുന്നില്ല. 10 മണിയോടെ അദ്ദേഹം വീണ്ടും വിളിക്കുകയാണ്. ഞാൻ ചുരുക്കുകയാണ്. നരവനെ വീണ്ടും വിളിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം സാർ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. രാജ്നാഥ് സിംഗ് പറയുകയാണ്. സമയം നീണ്ടു. ചൈനീസ് ടാങ്കുകൾ ഓരോ മിനിറ്റും കയറി വരുന്നു. 10:30 രാജ്നാഥ് സിംഗ് തിരിച്ചു വിളിക്കുന്നു. അദ്ദേഹം പറയുന്നു, പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. അദ്ദേഹം പറയുന്നത്, ജോ ഉചിത് സംചോ വോ കരോ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. ജസ്റ്റിസ് നരവനെ ഈ സാഹചര്യത്തെ വിശേഷിപ്പിക്കുന്ന ഒരു ചൂടുള്ള ഉരുളക്കിഴങ്ങ് സ്വന്തം കയ്യിൽ വെച്ച് തന്ന പോലെയാണെന്നാണ്. ഇപ്പോൾ നേരത്തെ ബംഗ്ലാദേശ് വിഭജനകാലത്ത് ഒരു തീരുമാനം എടുത്തിരുന്നു ഇന്ദിരാഗാന്ധി. കാർഗിൽ യുദ്ധകാലത്ത് ഒരു തീരുമാനമെടുത്തിരുന്നു രാഷ്ട്രീയ നേതൃത്വം വാജ്പേയി. പക്ഷേ എനിക്കങ്ങനെ ഒരു തീരുമാനം കിട്ടുന്നില്ല. ഞാനിവിടെ പകച്ചു നിൽക്കുകയാണ്. ഞാൻ ഇന്ത്യ മാപ്പിന് മുമ്പിലേക്ക് നോക്കി എന്ത് ചെയ്യണമെന്ന് നോക്കി നിൽക്കുന്നു. എൻ്റെ മനസ്സിലൂടെ ആയിരം ചിന്തകൾ മിന്നിമായുകയാണ്. പൂർണ്ണതോതിലുള്ള ഒരു യുദ്ധം ഞാൻ തുടങ്ങണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇത്തരത്തിലുള്ള അതീവ ഗൗരവമായൊരു പ്രശ്നമാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്. ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഇരിക്കുന്നു. ആ പുസ്തകത്തെ അധികരിച്ചുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും വിശ്വസനീയമായിട്ട് മനുഷ്യർ വായിക്കുന്ന ജേർണലിസത്തിൻ്റെ പ്രധാന നീതികളൊക്കെ പുലർത്തുന്നു എന്ന് കരുതുന്ന ഒരു സ്ഥാപനം, ഒരു മാഗസിൻ പ്രസിദ്ധീകരിക്കുന്നു. അത് ഇന്ത്യയുടെ സ്റ്റാൻഡുകളിലുണ്ട്, നമുക്ക് പോയി വാങ്ങാം. ഇത് ഉന്നയിക്കാൻ തയ്യാറാകുന്നില്ല. ഈ വായ മൂടിക്കിട്ടുന്നു. പക്ഷേ ഈ വിഷയം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊന്നുണ്ട്, ഈ വിഷയം ഉന്നയിക്കുന്നത് ചെറിയ ആളല്ല. ഇന്ത്യയുടെ മുൻ ആർമി ചീഫാണ്, കരസേന മേധാവിയാണ് എന്നുള്ളതിൻ്റെ ഗൗരവം കൂട്ടുകയാണ് ഹർഷൻ.